ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും ദുരിതബാധിതരായ കുട്ടികൾക്ക് മാനസികമായി കരുത്തേകാൻ മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്. സർക്കാർ സ്വകാര്യ ആശുപത്രികളുടെ സഹകരണത്തോടെയാണ് കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകുക. ഇതിന്റെ ഭാഗമായി റിവ്യൂ ബോർഡിലെ 4 അംഗങ്ങൾ വയനാട്ടിലെത്തി. ചൂരൽമലയിലെയും മുണ്ടക്കയിലെയും വലിയ ദുരന്തത്തിന്റെ ആഘാതം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല കുട്ടികൾക്ക്. പഴയ കളിച്ചിരികളിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാനാണ് മെന്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് ഈ പ്രദേശങ്ങളിൽ അംഗങ്ങൾ സന്ദർശനം നടത്തിയത്. കുട്ടികളുമായി ആശയവിനിമയം നടത്തി. ലാൻഡ് സ്ലൈഡിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള വിക്റ്റിമായിട്ടുള്ള കുട്ടികളുടെ ഈ സമയത്തുള്ള മെൻ്റൽ ഇഷ്യൂസ് എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കുകയും അവർക്ക് ഇനിയൊരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് ആവശ്യകതയുണ്ടോ എന്ന് പഠനം നടത്തി അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി അവർക്ക് ഒരു ഫോളോ അപ്പ് ട്രീറ്റ്മെൻറ്റ് മെൻ്റൽ സൈക്കാട്രിക് ഇൻ്റർഫിയറൻസ് നൽകുന്നതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പഠനം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത്. 70 കുട്ടികളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ 4 or 5 കുട്ടികൾക്ക് ഉടൻ ഇടപെടൽ ആവശ്യമുണ്ട്. 70 കുട്ടികളെയും നമ്മൾ തരംതിരിച്ച് ഓരോ ഹോസ്പിറ്റൽസിനെ ടാഗ് ചെയ്ത് ഓരോ ഡോക്ടേഴ്സിനെ തന്നെ ടാഗ് ചെയ്ത് കൊടുക്കണം. ഓരോ കുട്ടിക്കും ഓരോ ഡോക്ടറെ വീതം ടാഗ് ചെയ്ത് കൊടുക്കണം എന്നുള്ളൊരു സംവിധാനത്തിലേക്ക് വരാനാണ് ഇപ്പോൾ ബോർഡിൻ്റെ തീരുമാനം. അപ്പോൾ അതനുസരിച്ച് ഇവിടെ തന്നെയുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസും അതേപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിനെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങളാണ് പഠനം നടത്തുന്നത്. കുട്ടികളുടെ മാനസികാവസ്ഥ സാധാരണ നിലയിലാവുന്നതുവരെ തുടർ ചികിത്സയും ഉണ്ടാകും. 24 വയനാട്.